ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരുകേട്ടെങ്കിലും കേരളത്തിലേക്കുള്ള വിദേശികളുടെ കടന്നുവരവിന് സുരക്ഷിതത്വവും ഭംഗിയുള്ളതുമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നല്ല ഭക്ഷണവും നല്ല യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെ അവരെ ആകർഷിക്കാൻ ഉതകുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഗണ്യമായ വളർച്ച കണ്ടു തുടങ്ങിയത്. റിയാസ് മന്ത്രിയായതിനു ശേഷം കേരളത്തിന്റെ ടൂറിസം വികസിപ്പിക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധയാണ് പുലർത്തിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ കടന്നുവരവിന് ഈ കാലയളവിൽ ഗണ്യമായ വർധനവുണ്ടായി എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ വീണ്ടും കേരള സർക്കാർ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ അതിവിപുലമായ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. വൻകിട രാജ്യങ്ങൾക്ക് മാത്രം ഇതുവരെ കൈയാളിയിരുന്ന ടൂറിസം വികസനങ്ങളും ആശയങ്ങളുമാണ് കേരള സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. മികച്ച വരുമാനം കേരളത്തിന് നേടിത്തരുന്നതിൽ പ്രധാന പങ്കായിരിക്കുന്ന ടൂറിസം ഇത്തരത്തിൽ വികസിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ കാലക്രമേണ വർദ്ധിക്കുകയും അത് കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിലും വേതന നിരക്കിലുള്ള വർധനവും ജീവിത സൗകര്യങ്ങളുടെ വളർച്ചയും ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും ഉതകുമെന്ന കാര്യവും നിസ്സംശയം പറയാം. നമ്മുടെ സംസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, US രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ്. നമ്മൾ നിലവിൽ വരുന്നിടങ്ങളിൽ നിന്ന് ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ലുക്കീസ് പോളിസി എന്നുള്ളതിൽ ചൈന മുതൽ ഓസ്ട്രേലിയ വരെ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള ഒരു മാർക്കറ്റിംഗ് അനിവാര്യമാണെന്നാണ് പൊതുവെ കാണുന്നത്. ചൈന മുതൽ ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങളിലേക്ക് പ്രത്യേക നിലയിലുള്ള മാർക്കറ്റിംഗ് ആലോചിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ ടൂറിസം വകുപ്പ്. മലേഷ്യൻ എയർവേസുമായി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഏപ്രിൽ മാസം മലേഷ്യൻ എയർവേസ് 8 രാജ്യങ്ങൾ, അതിൽ 40 ടൂർ ഓപ്പറേറ്റർമാർ, 15 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നിവരുമായി തിരുവനന്തപുരത്തും കേരളത്തിലും വരുന്നുണ്ട്. ഈ 8 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ലുക്കീസ് പോളിസിയുടെ ഭാഗമായി ചൈന മുതൽ ഓസ്ട്രേലിയ വരെ ജപ്പാൻ ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്, മലേഷ്യ ഉണ്ട്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. ഇത് വലിയ നിലയിലേക്ക് നമുക്ക് നിലവിൽ വിദേശ സഞ്ചാരികൾ വരവിന്റെ കുറവുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വരാനുള്ള സഹായകരമായ സ്ഥിതികളിലേക്ക് എത്തിക്കും. ആ നിലയിൽ നിലവിലുള്ള വിപണിക്ക് പുറമെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആളുകളെ കൊണ്ടുവരേണ്ട സ്ഥലങ്ങളെ കണ്ടെത്തുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് മലേഷ്യൻ എയർവേസുമായി ഇത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് രാജ്യമായി മാറിയതിന്റെ ഒരു പ്രധാന കാര്യങ്ങളിലൊന്ന് ശ്രീലങ്കൻ എയർവേസ് വഹിക്കുന്ന പങ്കാണ്. ശ്രീലങ്കൻ എയർവേസ് ഏത് രാജ്യത്താണോ സർവീസ് നടത്തുന്നത് ആ രാജ്യത്ത് ശ്രീലങ്കൻ ടൂറിസത്തിന്റെ പ്രചാരകരായവർ മാറുന്നു. ആ നിലയിൽ ഒരുപാട് പേരെ ശ്രീലങ്കൻ എയർവേസ് തന്നെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മളൊരു രാജ്യമല്ല, ഒരു സംസ്ഥാനമാണ്. നമുക്കൊരു എയർവേസ് സംവിധാനം ഇല്ല എന്നുള്ള പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി മാറും. ഇതോടെ കേരളം ടൂറിസത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല അത് തൊഴിൽ സാധ്യതയും കൂടി വർദ്ധിപ്പിക്കും. പുതിയ മാറ്റങ്ങളുമായി പിണറായി സർക്കാരിന്റെ പടയോട്ടം പിന്നിൽ നിന്നുള്ള മുഴുവൻ ആക്ഷേപങ്ങളെയും അവഗണിച്ചുകൊണ്ട് മുന്നേറുക തന്നെയാണ്.